പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നാഥാനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിപ്പാൻ കർത്താവെ നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജോലി മേഖലകളിൽ, ഞങ്ങളുടെ യാത്രകളിൽ കർത്താവെ അവിടുത്തെ വലിയ സാന്നിധ്യം കൂടെയിരുന്നു. ഞങ്ങളെ അവിടുന്ന് ഭദ്രമായി പരിപാലിച്ച് അവിടുത്തെ ചിറകിൻ്റെ മറവിൽ മറച്ച് സന്തോഷത്തോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ ഇന്ന് പ്രഭാതത്തിലും അവിടുത്തെ തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ നാഥനെ നൽകി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ ദൈവമേ, സ്തോത്രം. കർത്താവ് അവിടുന്ന് വ്യക്തിപരമായി ഞങ്ങൾ ഇടപെടുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേലുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ. നല്ല സാക്ഷ്യങ്ങളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ. നല്ല ദൈവികാലോചനകളെ ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ. അവിടുത്തെ മേശയിൽ നിന്ന് ഭാഗവാക്കളാകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മീക ബലം ഏറ്റെടുപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അങ്ങോട്ട് കൂടുതൽ അടുക്കുവാൻ, അങ്ങേ കൂടുതൽ സ്നേഹിക്കുവാൻ നാഥനെ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും ശാരീരികമായ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. നാഥ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് കർത്താവെ പ്രിയപ്പെട്ടവരെ തൊട്ട് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു തരട്ടെ. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. അവരും കൃത്യസമയത്ത് കടന്നു വന്നേക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കുകയാണ്. സകലമാനവും മഹത്വം പുകഴ്ച ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്ന ഒരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. നാം എല്ലാവരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. നമുക്ക് ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ മഹത്വം കരേറ്റാമല്ലോ. നായകനു സ്തോത്രം ആദരവായി പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വാദ്യഘോഷത്തോടെ വാനവൻ സ്തുതിക്കുന്നാഥന്റെ, വാദ്യഘോഷത്തോടെ സ്തുതിക്കും നാഥന്റെ. മഞ്ഞ തിരുപാദം എല്ലാവരും തേടി, മന്ദതയകന്നു ഇന്നുമെന്നും പാടുവോ. മഞ്ഞ തിരുപാദം എല്ലാവരും തേടി, മന്ദതയകന്നു ഇന്നുമെന്നും പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ഏറും ഖേദമെത്രയെന്നാലും എല്ലാറ്റെയും
മാറ്റിയല്ലോ. ഏഴകളിൻ ഭാരം ഏതും ചുമക്കുന്ന ഏക കർത്താവിനു സാദരം നാം പാടുവോ. ഏഴകളിൻ ഭാരം ഏതും ചുമക്കുന്ന ഏക കർത്താവിനു സാദരം നാം പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. നല്ലവൻ നാമോട്ട് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. നല്ലവൻ നാമോട്ട് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാ മുട്ടും തീർത്ത നല്ല കർത്താവേനോ എല്ലാവരും ചേർന്നു ഹല്ലേലൂയ പാടുവോ. എല്ലാ മുട്ടും തീർത്ത നല്ല കർത്താവേനോ എല്ലാവരും ചേർന്നു ഹല്ലേലൂയ പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. നല്ലവൻ നാമോട്ട് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. നല്ലവൻ നാമോട്ട് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ശത്രുവേ അസ്ത്രങ്ങളാ ശക്തിയേറ്റു ക്ഷീണിച്ചിടുമ്പോൾ, ശത്രുവേ അസ്ത്രങ്ങളാ ശക്തിയേറ്റു ക്ഷീണിച്ചിടുമ്പോൾ, ശത്രുവെ ജയിച്ച കർത്തൻ നാമമുണ്ട്, ശുദ്ധർ കൂട്ടം നാമം നിത്യം സ്തുതി പാടുവോ. ശത്രുവെ ജയിച്ച കർത്തൻ നാമമുണ്ട്, ശുദ്ധർ കൂട്ടം നാമം നിത്യം സ്തുതി പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. നല്ലവൻ നാമോട്ട് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. നല്ലവൻ നാമോട്ട് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. സർവ്വബഹുമാനം സ്തുതിയോ പൂർവിനായകനു മഹത്വം. സർവ്വബഹുമാനം സ്തുതിയും പൂർവിനായകനു മഹത്വം. സർവ്വരും സ്തുതിക്കും സർവ്വവല്ലഭനും അല്ലും പകലും നാം ഹല്ലേലൂയ പാടുവോ. സർവ്വരും സ്തുതിക്കും സർവ്വവല്ലഭനും അല്ലും പകലും നാം ഹല്ലേലൂയ പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. നല്ലവൻ നാമമുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. നല്ലവൻ നാമോട്ട് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന
പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ നല്ലവനായോണ്ട് നല്ലവനായോണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് നല്ലവനായോണ്ട് നല്ലവനായോണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് ശത്രുവിൻ അഗ്നിയസ്ത്രങ്ങളാ ശക്തിയായി ക്ഷീണിച്ചിടുമ്പോൾ ശത്രുവിൻ അഗ്നിയസ്ത്രങ്ങളാ ശക്തിയായി ക്ഷീണിച്ചിടുമ്പോൾ ശത്രുവെ ജയിച്ച കർത്തനാമം കൊണ്ട് നാമം നിത്യം സ്തുതി പാടുവോ ശത്രുവെ ജയിച്ച കർത്തനാമം കൊണ്ട് നാമം നിത്യം സ്തുതി പാടുവോ ആമേൻ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ നല്ലവനായോണ്ട് നല്ലവനായോണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് നല്ലവനായോണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് സർവ്വബഹുമാനം സ്തുതിയോ പൂർവിനായകനു മഹത്വം സർവ്വബഹുമാനം സ്തുതിയോ പൂർവിനായകനു മഹത്വം സർവ്വം സ്തുതിക്കും സർവ്വവല്ലഭനും അല്ലും പകലും നാം ഹല്ലേലൂയ പാടുവോ സർവ്വരും സ്തുതിക്കും സർവ്വവല്ലഭനും അല്ലും പകലും നാം ഹല്ലേലൂയ പാടുവോ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ വല്ലവനായോണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് നല്ലവനായോണ്ട് നല്ലവനായോണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ ഹല്ലേലൂയ ഗീതം പാടിടാം ഹല്ലേലൂയ മാറിപ്പോകുമേ നല്ലവനായോണ്ട് നല്ലവനായോണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് നല്ലവനായോണ്ട് നല്ലവനായോണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് നല്ലവനായോണ്ട് നല്ലവനായോണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട് ആമേൻ ആമേൻ
കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റുന്നു. അതിനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ വീണ്ടും ദൈവസന്നിധിയിൽ അടച്ച് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തണം. കടന്നു വന്നിരിക്കുന്ന നാം എല്ലാവരും, കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ, ദൈവത്താൽ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെടണം. നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് ഇടപെടണം. സ്തോത്രം. വന്നതിനേക്കാൾ ഉപരി ആത്മിക ബലം, ആത്മാവിൻ്റെ ശക്തി ഏറ്റെടുത്ത് മടങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കണം. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങളിൽ ഭാരത്തോടെയോ പ്രയാസത്തോടെയോ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ കർത്താവ് വ്യക്തമായി ഇടപെടേണ്ടതിന്, ദൈവിക വാഗ്ദത്തങ്ങൾ പുതുക്കപ്പെടേണ്ടതിന്, ദൈവ പ്രവർത്തി കണ്ട് സന്തോഷിക്കേണ്ടതിന്, ആമേൻ, സ്തോത്ര, സന്തോഷത്തോടെ ബലത്തോടെ മടങ്ങുവാൻ കർത്താവ് സഹായിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം കർത്താവ് ബലപ്പെടുത്തേണ്ടതിന്, ആമേൻ, നല്ല സാക്ഷികളെ എഴുന്നേൽപ്പിക്കുവാൻ, ആമേൻ, നല്ല ദൈവിക ആലോചനകളെ കർത്താവ് കേട്ട്, ആമേൻ, സ്തോത്രം, നാം കേട്ട് കർത്താവിങ്കിൽ നിന്ന് ബലം ഏറ്റെടുപ്പാൻ, ആമേൻ, തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാൻ. തുറന്നുള്ള ശുശ്രൂഷകളെ ദൈവ സന്നിധിയിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞാൻ സ്വസ്ഥനായ പിതാവേ, ഇന്ന് വെള്ളിയാഴ്ച പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ സഭയോട് കടന്നു വരുവാൻ നീ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പ്രഭാതം കാണാതെ അനേകർ ലോകം വിട്ട് യാത്രയായപ്പോൾ കർത്താവേ, നീ ഞങ്ങളെ നിലനിർത്തി അങ്ങയുടെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം കർത്താവേ. ഇന്നത്തെ ആരാധനയെ നിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, പ്രബോധനം കർത്താവെ, സങ്കീർത്തനം എല്ലാം കർത്താവെ അനുഹിതമായി തീരുവാൻ സഹായിക്കുമാറാണ് കർത്താവെ. ഞങ്ങൾ കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് കർത്താവെ നൂറുമേനിയായി വിളയുവാൻ സഹായിക്കുക. ദൈവദാസനെ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ദൈവദാസനോട് കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ പ്രവർത്തിക്കുവാൻ നീ സഹായിക്കുമാറ്. ഈ ആഴ്ച ജീവിക്കാനുള്ള മന്ന നീ നൽകി തരുമാറാണ് കർത്താവെ. തിരുമേശിയെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ് കർത്താവെ. അല്പസന്നിധിൻ്റെ സന്നിധിയിരിക്കുന്ന സന്നിധി ബോധത്തോടെ എത്തുവാണ് പ്രാർത്ഥനയായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് 34-ാം സങ്കീർത്തനം ബാക്കി പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. 34-ാം സങ്കീർത്തനം അതിൻ്റെ അവസാനത്തെ വാക്ക് 22-ാം വാക്യം ചേർന്ന് പാടിയും കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. Psalms 34. Psalms 34 we will read responsively, and the last verse 22 we will read together. 34-ാം സങ്കീർത്തനം അതിൻ്റെ അവസാനത്തെ വാക്യം ചേർന്ന് പാടിയും കർത്താവിന് മഹത്വം കരയറ്റും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക.
അവങ്കിലേക്ക് നോക്കി ഒരു പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കോ. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ഹല്ലേലൂയ. ഒരു നിമിഷവും കൂടെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രത്തോടെ ഒരല്പസമയം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാമല്ലോ. ഒരു നിമിഷം അമ്മേ കർത്താവ് നമ്മെ ഇതുവരെ നിലനിർത്തിയ വിധങ്ങളെ, ഇതുവരെ പരിപാലിച്ച വിധങ്ങളെ, അമ്മേ പലപ്പോഴും തിരുവഴുത്തിൽ നാം ഇപ്പോൾ വായിച്ചതുപോലെ നിലവിളിയുടെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, കർത്താവ് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ, സ്വർഗത്തിലെ ദൈവം അതിന്മേലുള്ള അതിശയം പ്രവർത്തിച്ച് നമ്മെ നിലനിർത്തിയ ഇന്ന് വരെ കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപയോർത്ത്, അവിടുന്ന് ചെയ്ത ഉപകാരത്തെ ഓർത്ത്, അവിടുന്ന് ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാറ്റിലും ഉപരി ധൈര്യത്തോടെ അവിടുത്തെ സന്നിധിയിൽ വന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ആ പുത്രത്വത്തിന്റെ അവകാശം നമുക്ക് നൽകിയതോർത്ത ആരാധിക്കുവാൻ യോഗ്യനായവനെ സകല നാവും യേശു മാത്രം കർത്താവെന്ന് ഏറ്റു പറയുന്ന അരുമനാഥനെ സേവിക്കുവാൻ ഒരവസരം നമുക്ക് ലഭിച്ചതോർത്ത്, ആ നിത്യതയ്ക്ക് അവകാശികളായി നമ്മൾ തീർന്നതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നാം സ്തോത്രം ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ, അവിടുന്ന് ചൊരിഞ്ഞ നിണത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നമ്മുടെ കർത്താവ് മാത്രം യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ. ചേർന്ന് പാടാമല്ലോ. യോഗ്യൻ നീ, ദൈവ
യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യദായകനേശു, സൗഖ്യദായകൻ എന്നേശു, ആടിപ്പിടരാൻ സൗഖ്യം നൽകി, ആശ്രയം നീ എന്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ, സൗഖ്യദായകൻ എന്നേശു, ആടിപ്പിടരാൻ സൗഖ്യം നൽകി, ആശ്രയം നീ എന്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ യേശുവേ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം ഒരുമിച്ച് ഒരു ഗാനവും കൂടെ കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ നാം ഒരുമിച്ച് മഹത്വപ്പെടുത്തുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ജീവിക്കുന്നു. നമുക്ക് ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ
കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയായി വിളിച്ചു എന്നെ. ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയായി വിളിച്ചു എന്നെ. ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ജയമോനി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ജയമോനി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോരും മുണയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. ഉറ്റോരും മുണയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയായി വിളിച്ചു എന്നെ. ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയായി വിളിച്ചു എന്നെ. ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ആമേൻ ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോരും ഉണയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞൊന്നു രസിച്ചപ്പോഴും. ഉറ്റോരും ഉണയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ.
Hallelujah, hallelujah. ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രകാര മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ. Thank you, Jesus. Hallelujah. Ore baba mahudava raga jagal khara raga raga shandara. Deval kaudava baba khara jagal khara raga vash. Deval kaudava baba khara jagal khara. Ore baba khara jagal shambava. Yeshua nagame vaitleya. Hallelujah, hallelujah. 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 Thank you, Jesus. Hallelujah. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആരാധിക്കാൻ കാരണങ്ങളുണ്ട്, കൈകൊട്ടി പാടാൻ കാരണങ്ങളുണ്ട്, സ്തോത്രം ചെയ്യാൻ കാരണങ്ങളുണ്ട്. പലപ്പോഴും സ്തോത്രം വീണു പോകാമായിരുന്ന സ്ഥാനങ്ങൾ, അനർത്ഥങ്ങൾ ഞങ്ങളെ തകർത്തു കളയുമെന്ന് വെല്ലുവിളിച്ച സാഹചര്യങ്ങൾ, അവിടുത്തെ കരം കൂടെയിരുന്ന് ഞങ്ങളെ നിലനിർത്തിയ, ഇതുവരെ കൊണ്ടുവന്ന അവിടുത്തെ കൃപയ്ക്കായ സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഒരു അവസരം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ രാവിലത്തെ നമ്മുടെ സഭായോഗത്തിന് കഴിഞ്ഞ 2 ആഴ്ചകളിൽ എനിക്ക് കുടുംബമായി സംബന്ധിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ആമേൻ, സ്തോത്രം. ആദ്യത്തെ ആഴ്ച ബുറേമിയിലും കഴിഞ്ഞ ആഴ്ച സലാലയിലും ആമേൻ, സ്തോത്രം, നമ്മുടെ സഭകളിൽ പോകുവാൻ കർത്താവ് സഹായിച്ചു. അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം വളരെ അനുഗ്രഹമായി മുന്നോട്ട് നീങ്ങുന്നു. ആമേൻ, ആ സമയങ്ങളിൽ നമ്മുടെ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ അലക്സാണ്ടർ ചായൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ രാവിലത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ആമേൻ. മറ്റ് ദൈവദാസന്മാരെ സങ്കീർത്തന പ്രബോധനത്തിനും ദൈവവചന ശുശ്രൂഷകൾക്കുമായി കർത്താവ് ബലപ്പെടുത്തിയ കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ശുശ്രൂഷകൾ അനുഗ്രഹമായി തീർന്നു എന്ന് സ്തോത്രം അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം ബലപ്പെടുത്തട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും മാനിക്കും, ബലപ്പെടുത്തും, അനുഗ്രഹിക്കുമെന്നുള്ളതിൽ തെല്ലും സംശയമില്ല. ആമേൻ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷം നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹിക്കുന്ന നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർ, ആമേൻ, എൽഡേഴ്സായിട്ടുള്ള പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങളെല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാർ ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. കുഞ്ഞുവൻ പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ പോൾ രഞ്ജിത്ത്, പാസ്റ്റർ മോഹൻദാസ്, പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത്
കർത്താവിന് സ്തോത്രം ചെയ്യുകയും ഈ മീറ്റിങ്ങിലേക്ക് ഹാദവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ആമേൻ. അതുപോലെ എനിക്ക് പരിചയമില്ലാത്ത, ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ചില പുതിയ പ്രിയപ്പെട്ടവർ അവിടെ ഇരിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചകളിലും പ്രിയപ്പെട്ടവരുണ്ട്. കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ചിലരെ കണ്ടു. ദയവായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രീറ്റ് ആൻഡ് മീറ്റ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി നമുക്കുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നവർ ഏറ്റവും പുറകിൽ നിൽപ്പുണ്ട്. അവരെ കണ്ട് നിങ്ങളൊന്ന് പരിചയപ്പെട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ അവർക്ക് കൊടുത്തിട്ട് പോകണമേ എന്ന് ഓർപ്പിക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഇറങ്ങി ഓടരുത്. നിങ്ങൾ അവരെ ഒന്ന് കണ്ടിട്ട് പോകണം. അതല്ല എങ്കിൽ ഞാൻ പുറകെ ഇറങ്ങി വരും. എന്നെ കണ്ട് ഒന്ന് സംസാരിച്ചിട്ട് പോകണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ സഭാ ശുശ്രൂഷകന്മാരുമായിട്ടൊരു ബന്ധം, അതിന് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരുമായിട്ടൊരു ബന്ധം എല്ലാവർക്കും ആവശ്യമാണ്. സ്തോത്രം. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആമേൻ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ആരാധനയ്ക്കൊക്കെ കടന്നു വരുമ്പോൾ അവിടെയുള്ളവരുമായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പരസ്പരം അറിഞ്ഞിരിക്കുന്നതും പേരുകൾ അറിഞ്ഞിരിക്കുന്നതും. ഞാനൊരു ഉദാഹരണം ഇപ്പോൾ പറഞ്ഞാൽ, നിങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ പേരറിയത്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരാണെന്നറിയത്തില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ നിന്ന് ആകെ പ്രയാസപ്പെടത്തേ ഉള്ളൂ. നിങ്ങൾ പേര് പോലും ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. നിങ്ങൾ ഓർക്കും എനിക്കറിയാമെന്ന് ഓർക്കും, പക്ഷെ നമ്മൾ തമ്മിൽ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടാണ് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഏകദേശം മിക്ക പ്രിയപ്പെട്ടവരെ എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങളുടെ പേരുകൾ അറിയാം, കുഞ്ഞുങ്ങളെ അറിയാം. എന്നാൽ ചിലർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകാൽ ഈ സമയത്ത് വളരെ താഴ്മയോടെ പറയുകയാണ്. സ്തോത്രം. അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ആ കാര്യമൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. സ്തോത്രം. അതുപോലെ തന്നെ ആമേൻ. സ്തോത്രം. ഈ നമ്മുടെ ഏരിയ വിസിറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് എടുത്ത് പറയുന്നുള്ളതേ ഉള്ളൂ. ആമേൻ. നമ്മുടെ ഭവനങ്ങളൊക്കെ ആ വിസിറ്റിന് വേണ്ടി തുറന്നു കൊടുക്കണം. അത് ഏറ്റവും അനുഗ്രഹമാണ്. ദൈവദാസന്മാർ സഭകൾ നമ്മുടെ ഭവനങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് അത് നമ്മുടെ ഭവനത്തിന് നിശ്ചയമായിട്ടും അനുഗ്രഹമാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇതുവരെ ഞങ്ങൾ പോകാത്ത ഭവനങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തുറന്ന് ഞാൻ പറയുന്നതിൽ പ്രിയപ്പെട്ടവരെന്നോട് ക്ഷമിക്കണം. ആമേൻ. അത് പറയണം. പറഞ്ഞില്ലെങ്കിൽ അത് പറ്റത്തുമില്ല, അല്ലേ? അത് പറയണം. പറഞ്ഞേ പറ്റത്തുള്ളൂ. അറിയണമല്ലോ എല്ലാവരും. അങ്ങനെ പോകാത്ത ഭവനങ്ങളുണ്ട്. ദയവായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഏത് സമയത്ത് ഞങ്ങളുടെ കോൺടാക്ട് നമ്പറുണ്ട്, വിളിക്കാം. പാസ്റ്ററെ ഇന്ന സമയത്ത് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ കടന്നു വരണമെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഞങ്ങൾ കടന്നു വന്നിരിക്കും. യാതൊരു മാറ്റവുമില്ല. നിങ്ങളുടെ നിങ്ങളെപ്പോഴാണോ ഫ്രീ ഉള്ളത് ആ സമയത്ത്. പാസ്റ്റർ ബിസിയാണെന്ന് പറഞ്ഞാൽ ആരും ഇരിക്കരുത്. നിങ്ങൾ എൻ്റെ വാട്സാപ്പ് എടുത്ത് നോക്കി, അതിനകത്ത് അവൈലബിൾ എന്നായിരിക്കും കിടക്കുന്നത്. ഏത് സമയത്തും അവൈലബിളാണ്, 24/7. ഒരു മാറ്റവുമില്ല. അത് ഞാൻ ഇന്നും പറയുന്നു, തുടക്കത്തിലും പറഞ്ഞു. അതുകൊണ്ട് പാസ്റ്റർ ബിസിയാണ്. പാസ്റ്ററെ ബുദ്ധിമുട്ടിക്കരുത്, ആരും ചിന്തിക്കരുത്. അങ്ങനെയാണ് ദൈവവും ബിസിയാണ്. സ്തോത്രം. 100 കണക്കിന് 10,000 കണക്കിന് പേരാണ് ദൈവത്തോട് നിലവിളിക്കുന്നത്. ദൈവത്തോട് ബിസിയാണെന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കത്തില്ല. നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അങ്ങോട്ട് അറിയിക്കും. സ്തോത്രം. പാസ്റ്റർ ബിസിയാണെന്ന് പറഞ്ഞിരിക്കരുത്. സ്തോത്രം. കാരണം കർത്താവാണ് ഞങ്ങളെ വിളിച്ചത്, ശുശ്രൂഷയ്ക്കാക്കിയത്. അതുകൊണ്ട് സ്തോത്രം ബിസിയാണെന്നും പറഞ്ഞിരിക്കരുത്. നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നാം വായിച്ച സങ്കീർത്തനം 34-ാം സങ്കീർത്തനമാണ്. 34-ാം സങ്കീർത്തനമാണ്. ഈ 34-ാം സങ്കീർത്തനം വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. തിമോത്തി ശക്കലം, എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് ശക്കലം കയറ്റി വെച്ചു. വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് ഇത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ആഞ്ഞടിക്കുമ്പോൾ നാം പാടി സന്തോഷിക്കുന്ന ഒരു മനോഹരമായ സങ്കീർത്തനമാണ് ഈ 34-ാം സങ്കീർത്തനം. ഇതിൽ നിന്ന് തന്നെ അനേക ചിന്തകൾ നാം കേൾക്കുകയും ധൈര്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരൊറ്റ വാക്യം മാത്രം എടുത്ത് ആമേൻ സ്തോത്രം സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 34-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് ഉറക്കെ വായിക്കാമോ? 34. സ്തോത്രം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ കണ്ണ് ഏത് സമയത്തും നീതിമാന്മാരുടെ മേലുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തെക്കുറിച്ചും ഒരു പരാമർശമുണ്ട്. അപ്പോൾ കണ്ണ്, ചെവി, മുഖം എന്നിവയെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. സ്തോത്രം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലിരിക്കുന്നത്? ദൃഷ്ടി വെച്ച് അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കേണ്ടതിന്. സ്തോത്രം. പലപ്പോഴും മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ
പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ ആമേൻ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തോത്രം ആമേൻ അലയുന്ന സാഹചര്യങ്ങൾ പോലും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ആമേൻ തിരുവെഴുത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലുണ്ട്, അവിടുന്ന് ദൃഷ്ടി വെച്ച് തൻ്റെ ജനത്തിന് ആലോചന പറഞ്ഞു കൊടുക്കുകയും. ആമേൻ ഇന്ന് വരെ നാം ഇവിടെ വന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അവിടുത്തെ കണ്ണ് നമ്മുടെ മേലുള്ളത് കൊണ്ട് സ്തോത്രം നാം ഓരോ യാത്രയിലും നമ്മുടെ ഓരോ പ്രവർത്തന മണ്ഡലങ്ങളിലും ഓരോ പ്രവർത്തി പദത്തിലും നമുക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയട്ടെ, ഞാനൊരു നീതിമാനാണെങ്കിൽ സ്തോത്രം എൻ്റെ മേൽ എൻ്റെ കർത്താവിൻ്റെ ദൃഷ്ടി പതിപ്പിച്ചിട്ടുണ്ട്. ആമേൻ. 2, അവിടുത്തെ ചെവി എനിക്കായി തുറന്നിരിക്കുന്നു. 1, അവിടുത്തെ കണ്ണ് എൻ്റെ മേലുണ്ട്, അതെനിക്ക് നേർവഴി പറഞ്ഞു തരേണ്ടതിനാ. 2, അവിടുത്തെ ചെവി എനിക്കായി തുറന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നിലവിളിക്ക് വേണ്ടിയിട്ട്, ഉത്തരമരുളേണ്ടതിന്. ആമേൻ. ഭൃത്യമായി എന്ന് പറയുന്ന സഹോദരൻ നിലവിളിക്കുകയാണ്. കൂടെ പോകുന്നവർ കേട്ടെങ്കിലും അവർ അവർക്ക് വിലക്കാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ അവിടെ എഴുതി വച്ചിരിക്കുന്നു, ഈ ഭൃത്യമായിക്ക് നിലവിളി നിർത്താൻ കഴിഞ്ഞില്ല, അവൻ അധികം നിലവിളിച്ചു. എന്തിനു വേണ്ടി നിലവിളിച്ചു? സ്തോത്രം. ഒറ്റ കാര്യം ഭൃത്യമായിക്ക് വ്യക്തമായിട്ടറിയാം, ഒരു ദാവീദ് പുത്രനുണ്ട്. സ്തോത്രം. അവൻ ഇതിലെ കൂടെ നടന്നു പോകുകയാ. ഇതിലെ നടന്നു പോകുമ്പോൾ ആ കാതുകളിൽ എൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ടാൽ അവിടുന്ന് നിൽക്കുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം നിലവിളിക്കുമ്പോൾ അവിടുന്ന് കാത് ചായച്ചു നമ്മുടെ നിലവിളിക്ക് അവൻ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ്, നിലവിളിക്ക് ഉത്തരം അരുളുന്ന ഒരു കർത്താവ്, ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലും നമ്മുടെ മധ്യേ ഉള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ. അതുകൊണ്ട് 17 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഈ വാക്യം ഒരുമിച്ച് ഒന്ന് ചേർന്ന് പറഞ്ഞേ. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. പ്രിയരെ, ആമേൻ. ആ കർത്താവ് നമ്മുടെ നിലവിളി കേൾക്കുന്ന കർത്താവ്. ആമേൻ. അത് ശബ്ദത്തിലുള്ള നിലവിളി ആയിരിക്കണമെന്നില്ല, ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് മറ്റാരും കേൾക്കാതെ സ്തോത്രം ആമേൻ വിളിക്കുന്ന നിലവിളിയാണെങ്കിൽ പോലും അത് അവിടുത്തെ കാതുകളിൽ എത്തുകയാ. അവിടുന്ന് നമ്മെ രക്ഷിപ്പാൻ ശക്തനായ കർത്താവ്, നമ്മെ വിടുവിപ്പാൻ ശക്തനായ കർത്താവ്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. തുറന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാരംഭത്തിൽ എഴുന്നേറ്റ് അവർ പഠിച്ച വാക്യം പറയും. Our children can stand together and will recite the Bible verse. Benita will come forward and will lead the session. Praise the Lord. Psalms 46 verse 1 and 2. God is our refuge and strength, an ever-present help in trouble. Therefore, we will not fear, though the earth give way and the mountains fall into the heart of the sea. Amen. Amen. Shout hallelujah. ആമേൻ. ഒരു നിമിഷം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നാഥാ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അവർ ഇത്രത്തോളം അവിടുന്ന് പരിപാലിച്ചു, നടത്തി, കരുതി എല്ലാ വിധങ്ങൾക്കായും സ്തോത്രം. ശേഷം അവരുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുക നാഥ. സ്വർഗത്തിലെ ദൈവമേ, അവരെ ബലപ്പെടുത്തുമാറാകണമേ. ദൈവം ഈ ദിവസങ്ങളിൽ കർത്താവ് നല്ലതുപോലെ പഠിക്കുവാൻ അവരെ സഹായിക്കണമേ. പഠിക്കുന്നതൊക്കെ കർത്താവെ മനസ്സിൽ പതിയുവാൻ കർത്താവ് സഹായിക്കണം. ഒരു ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ദൈവമേ. അവരുടെ കർത്താവ് അവരെല്ലാം ആത്മീയമായി ബലപ്പെടുവാൻ, ദൈവകൃപയിൽ വളർന്നു വരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ സഭയായി ഒരുമിച്ച് ചേർന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം അവരെല്ലാം അനുഗ്രഹമായി തീരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് സാക്ഷ്യം പറയാം. സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ എഴുന്നേക്കാം. ആരുമില്ല. സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാർത്ഥനാ വിഷയം പറയാനാണ് എഴുന്നേറ്റ് നിന്നത്. കഴിഞ്ഞ
2 ദിവസമായി എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് രാവിലെ എഴുന്നേറ്റ പാടന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും മെഞ്ഞാന്നും അത് ആവർത്തിച്ചു. ഇന്നലെ 3 തവണ ഇഞ്ചക്ഷൻ എടുത്തു. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ കടന്നൊന്നും ഇതുവരെയും പെയിനൊന്നും ഇല്ലാതിരിക്കുന്നു. നാളെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ബദ്രസ്തമേസ് റോവിയിൽ വെച്ചിട്ട്. ദൈവമക്കളെ പ്രാർത്ഥന ഉണ്ടാവണം. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എന്നോട് കൂടി ഇരിക്കേണ്ടതിന് ദൈവമക്കളുടെ എല്ലാവരെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദിവസത്തിലിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വർഷം കൂടെ ദിവസം ഇവിടെ ദൈവത്തോടും പാസ്റ്ററോടും കുടുംബത്തോടെ സാക്ഷ്യാനുഭവം കൃപയ്ക്കാർ ഇതിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കാൻ സാഹചര്യങ്ങളില്ല. നല്ലൊരു വിശ്വസനായിരുന്നു. ദൈവമായാൽ ഈ ബുധനാഴ്ച കുടുംബമായി നാട്ടിലോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് സാക്ഷ്യം ചെയ്യുന്നു. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതല്ല. തളരാതെ യാത്ര തുടർന്നിടുക. ആഴലേറും ജീവിത മരുവിൽ നീ താളരുകയോ എൻ സഹജേ? ആഴലേറും ജീവിത മരുവിൽ നീ താളരുകയോ ഈ സഹജേ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഈ സന്നിധിയിൽ ഒരു സാക്ഷിയെ നിൽപ്പാൻ കിട്ടിയ അവസരത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം എൻ്റെ പേര് റോബിൻ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂരിൽ നിന്നാണ് വരുന്നത്. പ്രിയ അനീഷജാൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ മകനാണ്. ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് കടന്നു വന്നത്. അടിയനൊരു ജോലി ഇവിടെ ആവശ്യമാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നോളും. ആമേൻ. സ്തോത്രം. സ്തോത്രം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സഭയിൽ കടന്നു വരുന്നത്. എൻ്റെ യാത്രകളിലൊക്കെ ദൈവം കൂടെയിരുന്നു. എന്നെ റിനോ മനോജിൻ്റെ പപ്പായാണ്. ചില ദിവസങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഇവിടെയുള്ള സഭ, കർത്താവിൻ്റെ ദാസൻ, കുടുംബം, ഇവിടുത്തെ സഭയിലുള്ള കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപേക്ഷിച്ചുകൊണ്ടിരുന്നുള്ളൂ. ആമേൻ. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഞാൻ എൻ്റെ വീട് മെഴുവേലി കിടങ്ങനൂരിലാണ്. എൻ്റെ പേര് പോൾ രഞ്ജിത്ത് എന്നാണ്. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ വിളി കേട്ട് ദൈവത്തിൻ്റെ പേരുള്ള ബന്ധത്തിൽ IPC തിരുവനന്തപുരം വെസ്റ്റ് സെൻറ്ററിലെ ഒരു ശുശ്രൂഷകനായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഭാര്യ, 3 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ വിസിറ്റിങ്ങിന് ഇവിടെ കടന്നു വന്നതാണ്. പ്രത്യേകിച്ച് എനിക്ക് ചെറിയൊരു കൂട്ടായ്മ സഭയുണ്ട്. അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ കർത്താവിനെക്കുറിച്ച് തെരുവോരങ്ങളിൽ നിന്ന് യേശു കർത്താവ് ജീവിക്കുന്നു എന്ന് വിളിച്ചു പറയുവാൻ, പരിശോധന നടത്തുവാനൊക്കെ ദൈവം സഹായിച്ചു വരുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയും ഈ തരണത്തിൽ ചോദിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് മോഹൻദാസ് എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ വാഴൂരിൽ കൊടുങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. വിശേഷാൽ IPCയിലെ ഒരു സെൻറ്ററിൻ്റെ ചുമതലയോട് എനിക്കുണ്ട്. ബാല്യത്തിലെ കർത്താവിൻ്റെ വേലയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി തിരിപ്പനിടയായി തീർന്നു. എനിക്ക് ഒരു മോനും മോളുമുണ്ട്. ഒരു പ്രത്യേകമായ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ട് വന്ന് ആദ്യമായിട്ടൊരു ആരാധനയിൽ യോമാനിൽ കൂടുന്ന ഈ ആരാധനയിലാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനൊരു പ്രാർത്ഥനാ വിഷയം വളരെ വേഗം ഉറപ്പിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു മോനുണ്ട്. മോനെ ജനിച്ചപ്പോൾ തന്നെ വളർന്നു വന്നപ്പോൾ തന്നെ മോൻ്റെ ഒരു കണ്ണിന് കാഴ്ചശേഷി കുറവായിരുന്നു. എങ്കിലും ഞങ്ങൾ മോനെ വളർത്തുവാനിടയായി തീർന്നു. എങ്കിലും വളർന്നു വന്നപ്പോൾ വളരെ ആഗ്രഹം, നേഴ്സിംഗ് പഠിക്കണം വളരെ ആഗ്രഹമായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഞങ്ങൾ റെഡിയാക്കിയെങ്കിലും പെട്ടെന്ന് തൻ്റെ പിടലിക്കൊരു മുഴ ഉണ്ടാകാനിടയായി. പെട്ടെന്ന് കോട്ടയത്തുള്ള കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു. ശസ്ത്രക്രിയ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരീരത്തിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ ചലനമറ്റു പോകാനിടയായി. അവന് വളരെ ആഗ്രഹമായിരുന്നു. ഞങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥിച്ചു. ഞാൻ 6, 7, 9 മാസത്തോളം ചലനമറ്റ ശരീരമായി ഇങ്ങനെ മോന് കിടക്കാനിടയായി. ഒരു ദിവസം ഞാൻ എൻ്റെ സഹധർമ്മിണിയോട് പറഞ്ഞു, നമ്മൾ 10-30 വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു, യേശു സൗഖ്യമാക്കുന്നുവെന്ന് പ്രസംഗിക്കുന്നു.
കർത്താവെ, ഞാൻ ലോകക്കാരുടെ മുമ്പിൽ ഒരു നിന്നാപാത്രമായി, ഒരു ചോദ്യചിഹ്നമായി മാറി. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ഞാൻ എൻ്റെ സഹധർമ്മിണിയെയും വിളിച്ച് മുറിക്കകത്ത് പോയിരുന്ന് പ്രാർത്ഥിപ്പാനിടയായി. പ്രിയമുള്ള ദൈവമക്കളെ, അവിടെ ഒരു വലിയ ആരാധനയായി മാറി. ഞാൻ എഴുന്നേറ്റ് എൻ്റെ മോൻ്റെ കൈക്ക് പിടിച്ചു, എൻ്റെ സഹധർമ്മിണിയും കൈക്ക് പിടിച്ച് പ്രാർത്ഥിപ്പാൻ. അതൊരു പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആരാധനയായി മാറി. വലിയ അത്ഭുതം അവിടെ നടക്കാനിടയായി. ദൈവത്തിന് തീ ഇറങ്ങി. എൻ്റെ മോന് 9 മാസമായി കഴുത്തിന് താഴെ ചലനമില്ലായിരുന്നു. പക്ഷേ ആ ടൈമിൽ കർത്താവിൻ്റെ കരം തൊട്ട് ദൈവം ചലനം നൽകാനിടയായി. പ്രൈസ് ദി ലോർഡ്. മോനെ ഇപ്പോൾ നേഴ്സിങ്ങിന് പോകണം വളരെ ആഗ്രഹമാണ്. എന്നെ വിടുവാനിടയായി തീർന്നു. ദൈവമക്കൾ എല്ലാവരും മോൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചാണ്. ഇതുവരെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായ ഭവനം ഉണ്ടാകണം. വിശേഷാൽ മോൻ്റെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോണ്ട വരരുത്. എല്ലാ ദൈവമക്കളും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ടേയിരുന്നുള്ളൂ. Praise the Lord. I praise and thank the Lord for giving me this wonderful opportunity to stand here and testify God's holy name. It was back in 2022 that I resigned from my last job, and during that time I had stood up in the midst of the saints and I asked for your prayers that God would provide open a way soon. But God's plan was otherwise, and for almost more than 1 year, I've been without a job. I've been searching to various places, and I thought many doors would open in front of me, in times that I thought God would open a door, but God led me through various circumstances. He made me wait in His presence so that in His right time God would open a way for me. By the grace of God, last week I was able to get an offer from a company that I applied before, and I decided to join them. God willing, I'll be traveling tonight to India for the visa processing process. Please uphold me in your prayers. I would like to read a verse from the Bible and sit down. Psalms 25 verse 4 and 5. Show me your ways, O Lord. Teach me your paths. Lead me in your truth and teach me. For you are the God of my salvation. On you I wait all the day. Kindly do uphold me in your prayers so that I can go to India and come back soon. And wherever God places me, I'll be able to stand for His kingdom and glorify His name. Thank you. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ഷിനി ബ്രദർ കുടുംബമായി പ്രിയപ്പെട്ടവർ വെക്കേഷനുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നു പോകുന്നല്ലോ. കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും കൂടിയിരിക്കേണ്ടതിന് ഷിനി ബ്രദറിനെയും കുടുംബമായി ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ലിനീഷ് ബ്രദറിനെ ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിടുതലും സൗഖ്യവും നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷം നാളെ നടക്കുന്ന സർജറി ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവിക കാര്യം കൂടെ ഇരിക്കേണ്ടതിന് ഒരു ദൈവപ്രവർത്തി കണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പോൾ രഞ്ജിത്ത് ദേവദാസനെ കുടുംബമായി ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ബലപ്പെടുത്തേണ്ട ദൈവം മാനിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. പാസ്റ്റർ മോഹൻദാസ് കർത്താവിൻ്റെ ദാസനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷം മോന് വേണ്ടി പ്രാർത്ഥിക്കാം. മോൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം വീണ്ടും ശുശ്രൂഷകളെ മാനിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ പ്രിയ റോബിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ജോലി ആവശ്യമായിരിക്കുന്നല്ലോ. ഇവിടെ കടന്നു വന്നത് ഒരു അനുഗ്രഹമായി തീരേണ്ടതിനും എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി ലഭിക്കേണ്ടതിനും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ മാത്യു ചായനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രിയ മനോജ് മാത്യു ബ്രദറിൻ്റെ ഫാദർ ലോയാണ്. അമ്മയെ സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ കൂടെ ഇരിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ ജോനാഥാനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമല്ലോ. അമ്മയെ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാം പൈതലിന് കടന്നുപോയ സാഹചര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നവരാണല്ലോ. നമുക്ക് വീണ്ടും ജോനാഥാനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് കൊടുത്തിരിക്കുന്ന അമ്മയെ സ്തോത്രം നല്ല അവസരത്തിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. വിശേഷം ഇന്ന് രാത്രി യാത്ര ചെയ്യുമ്പോൾ യാത്രയിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിനും നാട്ടിൽ പോയി എത്രയും പെട്ടെന്ന് കടന്നു വന്ന് അമ്മയെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനും നമുക്ക് ഒരുമിച്ച് പ്രിയ ജോനാഥാനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രിയ നമ്മുടെ ജോഷുവയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമല്ലോ. ഇന്ന് രാവിലെ നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടു കാണും ഒരു മൈനർ സർജറി പ്രിയ ജോഷുവയ്ക്ക് ഇന്ന് രാവിലെ നടക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതിൻ്റെ ആ സർജറി എല്ലാം അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവകൃപ പ്രിയ കുഞ്ഞിനോട് കൂടെ ഇരിക്കേണ്ടതിന് വിശേഷം ആൻറ്റിയുമായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി
നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകല് ഞങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും ഞങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും ഞങ്ങൾക്ക് സഹായം വരുന്ന ഞങ്ങളുടെ പാറയിലേക്കും ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നു കർത്താവേ. നിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ. കർത്താവേ, സാക്ഷ്യം പറഞ്ഞ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്ന് പകൽ ദൈവത്തിൻ്റെ വചനം പറയുവാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവരുടെ വളർച്ച, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നിന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അതിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഞങ്ങളുടെ ദൈവദാസന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദേശത്ത് കടന്നു വന്നും ദൈവരെ മാനിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളുടെ മേലും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേലും എല്ലാം ദൈവത്തിൻ്റെ വലിയ പരിപാലനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവധിയോടനുബന്ധിച്ച് നാട്ടിൽ കടന്നു പോകുന്ന പ്രിയ കുടുംബത്തെ തുരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്ര ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ മേൽ ദൈവിക കരം വെച്ച് തൊട്ട് അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം അരുളി ചെയ്തവനായ കർത്താവേ. ഞങ്ങളുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ദേശത്തേക്ക് പുതുതായി കടന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരോട് നീട്ടുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് ദേശത്ത് നന്മയെ തുറന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശത്രുവിനെ ജയിച്ചവനായ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സന്നിധിയിൽ ഹല്ലേലൂയ വിശ്വമുഖത്തായിരിക്കുന്നവരുടെ മേൽ ദൈവം അവിടുന്ന് മനസ്സലിയുമാറാകണം. അവിടുന്ന് മഞ്ഞും മഴയും അവിടുന്ന് അയക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പ്രിയ യോശുവയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. ദൈവകരം അവനോട് കൂടെ ഹല്ലേലൂയ വിടുവിക്കുന്ന കരം എൻ്റെ പൈതലിനോട് കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവൻ പൂർണ്ണ സൗഖ്യത്തോടെ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗം അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന ജനത്തെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഭാരത്തോടെ പ്രയാസത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകല് ദൈവത്തിൻ്റെ കരം അവിടെ നീട്ടുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കർത്തൃദാസിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ദൈവം അവിടുന്ന് ബലപ്പെടുത്തണമേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും അല്ലെങ്കിൽ എല്ലാം ക്രമമായും ഉചിതമായും ചെയ്യുവാൻ എൻ്റെ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം തിരുമേനി എടുക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. കരങ്ങൾ ഉയർത്തി കർത്താവിലേക്ക് കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ കൊലോസി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാമോ? ബുക്ക് ഓഫ് കൊലോഷ്യൻസ് ചാപ്റ്റർ 1 ആൻഡ് വേഴ്സസ് 9 onwards. ആമേൻ. സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവവചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൊലോസ്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, ക്രിസ്തുവിൽ സാക്ഷ്യം ലഭിച്ചവർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ലേഖനത്തിൻ്റെ ആദ്യ അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. അപ്പോസ്തലനായ പൗലോസ് ഈ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരെക്കുറിച്ച് പ്രത്യേകാൽ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം അവിടെ കടന്നു ചെന്ന എപ്പഫ്രാസ് എന്ന് പറയുന്ന ദൈവദാസൻ തിരികെ വന്ന് ആമേൻ ആ സഭയ്ക്ക് ആമേൻ ദൈവജനത്തോടുള്ള ശുശ്രൂഷകന്മാരോടുള്ള
ദൈവവചനത്തോടുള്ള ആത്മാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആമേൻ പൗലോസിനോട് അറിയിച്ചത് നിമിത്തം സ്തോത്രം ചെയ്തുകൊണ്ട് ആമേൻ പൗലോസ് ആയിരിക്കുകയും അതുമാത്രമല്ല ആമേൻ അങ്ങനെ ആത്മാവിലുള്ള സ്നേഹം അവർക്ക് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് ഓർത്ത് വീണ്ടും ഇടവിടാതെ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ദൈവസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലെ ചില ഭാഗങ്ങളാണ് നാം വായിച്ചത്. അതിൽ സ്തോത്രം പ്രാക്ടിക്കലായിട്ട് ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട, ദൈവസഭ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ ഇതിനകത്ത് സ്തോത്രം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് പ്രശംസനീയമാണ്. അതുകൊണ്ട് തന്നെ അതിലെ ചില ഭാഗങ്ങൾ ഇന്ന് പകൽക്കാലം ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ എടുത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്, നാം എങ്ങനെ നടക്കണം. നടക്കേണ്ടത് സ്തോത്രം യോഗ്യമാവണ്ണം, അവിടുത്തെ വിളിക്ക് യോഗ്യമാവണ്ണം. ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ സ്തോത്രം കർത്താവിന് പ്രസാദമാകുമാറ് യോഗ്യമാവണ്ണം നടക്കണം. ഇത് പൗലോസിന് സഭയോടുള്ള ഒന്നാമത്തെ പ്രാർത്ഥനയാണ്. 2, നിറയണം. എന്തുകൊണ്ട് നിറയണം? ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം. 1 നടക്കണം, 2 നിറയണം, 3 വളരണം. ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെ കൊലോസ്യ സഭയെക്കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഞാൻ സ്തോത്രം ചെയ്യുക. എന്തുകൊണ്ട്? അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അപ്പൊ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഫലം കായ്ക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ തന്നെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇത് എനിക്ക് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അപ്പൊ ഇത് നമുക്കൊരു പ്രബോധനമായിട്ട് നമ്മുടെ മുൻപിൽ കിടക്കുകയാണ്. ഈ സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം ചെയ്യുന്നത് അതിൽ 1 സ്തോത്രം ഫലം കായ്ക്കുക മാത്രമല്ല, ഫലം കായ്ച്ച് വർദ്ധിച്ചു വരണം. എങ്ങനെ? അത് വ്യക്തികളുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ മാത്രമല്ല, സർവ്വലോകത്തിലും ഫലം കായ്ക്കുന്ന ഒരു അനുഭവം ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ കാണുന്ന സഭയെ ഓർത്ത് അപ്പോസ്തലനായ പൗലോസ് പറയാം, ഞാൻ അങ്ങനെ അറിയുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 3 ബലപ്പെടണം. എങ്ങനെ ബലപ്പെടണം? പൂർണ്ണ ശക്തിയോടെ അവിടുത്തെ ബലത്തിനൊത്തവണ്ണം ദൈവമക്കൾ ബലപ്പെടണം. ആമേൻ. സ്തോത്രം. അടുത്തത് സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യുന്നത് എങ്ങനെയാ? സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. എന്തുകൊണ്ട് സ്തോത്രം ചെയ്യണം? നാം കഴിഞ്ഞ നാളുകളിൽ ആയിരുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ഓർക്കണം. സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാനുണ്ടായ കാരണങ്ങളെ കുറിച്ച് ഓർക്കണം. സ്തോത്രം. ഇന്ന് നാം ആയിരിക്കുന്ന പദവികളെ കുറിച്ച് ഓർക്കണം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നാം പുറപ്പെട്ട് സ്തോത്രം ദൈവ സന്നിധിയിൽ അവിടുത്തെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയെ ആസ്വദിക്കുവാൻ നാം കടന്നു വന്നിരിക്കുമ്പോൾ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നാം ചുരുക്ക സമയം ചിന്തിക്കുമ്പോൾ നമുക്കൊന്ന് പറയാം, കർത്താവേ ആമേൻ, എൻ്റെ നടപ്പ്, എൻ്റെ നിറവ്, എൻ്റെ വളർച്ച, ഞാൻ ബലപ്പെടേണ്ടത്, സ്തോത്രം, ഞാൻ സ്തോത്രം ചെയ്യേണ്ടത് എപ്രകാരമാണെന്ന് ഇന്ന് പകൽക്കാലം എന്നെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. 1 ദൈവഹിത പ്രകാരമുള്ള നമ്മുടെ നടപ്പ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും. സ്തോത്രം. ഓരോ വിശ്വാസിയും വിളിക്കപ്പെട്ടവരാണ്. ആമേൻ. ആ വിളിക്ക് ഒരു യോഗ്യതയുണ്ട്. വെറുതെ വിളിച്ചതല്ല. സ്തോത്രം. വിളിക്കേണ്ടവൻ വിളിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലവും നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യന്റെ വിളിയല്ല നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പകരം സ്തോത്രം യോഗ്യതയുള്ളവൻ യോഗ്യതയോടെ നമ്മെ വിളിച്ചത് കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ സ്തോത്രം ആ യോഗ്യതയെ തിരിച്ചറിയുന്ന ദൈവമക്കൾ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് പറഞ്ഞാട്ടെ, കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന വിളിയുടെ മഹത്വം ഞാൻ ഇന്ന് പകൽ ഒരിക്കൽ കൂടെ തിരിച്ചറിയുകയാണ്.
യോഗ്യനായ കർത്താവ്. നാം ഇപ്പോൾ സ്തോത്രം കുറച്ച് മുമ്പേ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയതുപോലെ അവിടുത്തെ യോഗ്യതയ്ക്കൊത്തവണ്ണമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഏത് സമയത്തും ദൈവമക്കളെ നാം അറിഞ്ഞിരിക്കണം, ഞാൻ എപ്പോഴും പറയും, നമ്മൾ സാധാരണക്കാരല്ല. ആമേൻ. സ്തോത്രം. വി ആർ നോട്ട് ജസ്റ്റ് ഓർഡിനറി പീപ്പിൾ, വി ആർ എക്സ്ട്രാ ഓർഡിനറി. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, സ്തോത്രം, നമ്മൾ കേവലം ഒരു സാധാരണക്കാരല്ല, സ്തോത്രം, നമ്മൾ എക്സ്ട്രാ ഓർഡിനറിയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ സ്തോത്രം ഒന്ന് വിശദീകരിച്ച് തരാം പ്രിയപ്പെട്ടവരെ. ആമേൻ. നമ്മൾ വീട്ടിൽ സംസാരിക്കാറുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഏറ്റവും അടുത്ത് ഇടപഴകുന്നവരോട് സംസാരിക്കാറുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിനോട് നാം സംസാരിക്കാറുണ്ട്. ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, കാഷ്വൽ ടോക്ക്, അല്ലെ? നമ്മൾ സാധാരണ പോലെ സംസാരിക്കാം. എന്നാൽ സ്തോത്ര പദവിയിലിരിക്കുന്ന, നമ്മുടെ തുല്യ പദവിയുള്ളതോ അതുപോലെ നമ്മുടെ മുകളിൽ പദവിയുള്ളതുമായ വ്യക്തികളുടെ മുൻപിലിരിക്കുമ്പോൾ സ്തോത്രം നാം സംസാരിക്കുന്ന പദപ്രയോഗങ്ങൾക്ക് പോലും സ്തോത്രം വളരെ വ്യക്തതയുണ്ടാകും. നമ്മൾ അതിന് പറയും, നമ്മൾ കാച്ചി കുറുക്കി മാത്രമേ സംസാരിക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മുടെ മുൻപിലിരിക്കുന്ന വ്യക്തി ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് പോലെ പുറത്തിറങ്ങി മറ്റുള്ളവരോട് സംസാരിക്കാറില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർ ആരാണെന്നുള്ള ബോധ്യം നമുക്കുള്ളത് കൊണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനൊന്ന് വിളിച്ചു പറയട്ടെ, നമ്മെ വിളിച്ചവന്റെ യോഗ്യത തിരിച്ചറിയുമ്പോൾ സ്തോത്രം നമ്മുടെ പ്രവർത്തികളിൽ പോലും അത് വെളിപ്പെടുവാനിടയാകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത് പറഞ്ഞപ്പം ആമേൻ, നമ്മുടെ എല്ലാ ആദരങ്ങളിൽ നിന്നൊരു സ്തോത്രം വരണം. ഹല്ലേലൂയ. നമ്മെ വിളിച്ചവന്റെ യോഗ്യത, ഞാനത് വിശദീകരിക്കും. നമുക്കെല്ലാം അറിയാം, നമ്മൾ 1000 വട്ടം കേൾക്കുന്നവരാ. സ്തോത്രം. ആമേൻ. ആ യോഗ്യതയ്ക്കൊത്തവണ്ണം കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ സ്തോത്രം നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും സ്വർഗീയ വിളി ലഭിച്ചവരാ. അന്ധകാരത്തിൽ നിന്ന് നമ്മുടെ വിളി അത്ഭുത പ്രകാശത്തിലേക്ക്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. സ്തോത്രം. ഇതൊക്കെ മണിക്കൂറുകൾ എടുത്ത് പ്രസംഗിക്കേണ്ട ഒരു വിഷയമാണ്. അന്ധകാരത്തിൽ നിന്ന് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്ന കേവലം പ്രകാശമല്ല. സ്തോത്രം. ഹല്ലേലൂയ. സൂര്യനെ വെല്ലുന്ന ആ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചു എങ്കിൽ സ്തോത്രം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന്റെ പൂർത്തീകരണം നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്നോ നമ്മുടെ നടപ്പ് എപ്രകാരമായിരിക്കണമെന്നോ സ്തോത്രം ദൈവവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. ഒറ്റ വാക്കി പറഞ്ഞാൽ ആമേൻ. അവിടെ എഫേസ്യ ലേഖനം 1:18 നാം വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ആ വിളിയാലുള്ള ഒരു ആശയുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ നടപ്പ് ഈ വിളിയാലുള്ള ആശയെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ, പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ ലേഖനമൊക്കെ പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതും സ്തോത്രം നമ്മെക്കുറിച്ച്, നമ്മെ വിളിച്ചിരിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെ വരെ, അങ്ങേറ്റത്തിരിക്കുന്ന നമ്മുടെ പ്രിയ ചായം വരെ, നമ്മെ സ്തോത്രം എല്ലാവരെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന്, സമർപ്പിച്ചു കൊടുക്കണമെന്ന്. പറയട്ടെ, ഓരോ വെള്ളിയാഴ്ചയും നമ്മുടെ സഭായോഗങ്ങൾക്ക് വരുമ്പോൾ, നമ്മുടെ മീറ്റിങ്ങുകൾക്ക് വരുമ്പോൾ ഒരു സമർപ്പണം എന്ന പദം ഉപയോഗിക്കത്തില്ലേ? ദൈവ കരങ്ങളിലേക്ക് അവിടുത്തെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ, ഇന്ന് പകൽക്കാലം പറയാം, അവിടുത്തെ ഇഷ്ടമനുസരിച്ച് അത്ഭുതകരമായി, അതിശയകരമായി നമ്മെ മുന്നോട്ട് നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം വിവിധ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഈ കമ്പനികളിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് തരും. ജോബ് ഡിസ്ക്രിപ്ഷൻ, നാം എന്താണ് ചെയ്യേണ്ടത്. എല്ലാവർക്കുമുള്ള ജോലി ഒരുപോലെയല്ല. വ്യത്യസ്ത ജോലികൾ വ്യത്യസ്തവരായവരെ ഏൽപ്പിക്കുമ്പോൾ ആ കമ്പനി സുഗമമായി മുന്നോട്ട് നീങ്ങുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെന്നോ, അവിടുന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്താൽ അവിടുന്ന് നമ്മെ മാനിക്കുമെന്നോ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. അതിൽ ഞാനൊരു ഉദാഹരണം പറയാം നമുക്കൊന്ന് മനസ്സിലാകേണ്ടതിന്. ചിലർക്ക് നൽകിയിരിക്കുന്ന, നമ്മൾ അതിന് പറയുന്ന കൃപാവരം എന്ന് പറയും, ചിലർക്ക് നൽകിയിരിക്കുന്ന കൃപാവരം പ്രാർത്ഥിക്കാനാണ്.
സ്തോത്രം. ചിലർക്ക് നൽകിയിരിക്കുന്ന പ്രാർത്ഥിക്കാൻ അത് സഭയ്ക്കകത്ത് വന്നിട്ട് ഉറക്ക പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. സ്തോത്രം. വീടിനകത്ത് കയറിയിരുന്ന ദൈവദാസന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, സ്തോത്രം, അമ്മ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പറയട്ടെ, ആ ലഭിച്ചിരിക്കുന്ന കൃപാവരം സ്തോത്രം ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നാം നിറവേറ്റുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. മറ്റു ചിലര് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനാ, അമ്മ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാനാ, തകർന്നിരിക്കുന്നവരെ, ബലഹീനരായവരെ, തളർന്നു പോകുന്നവരെ സ്തോത്രം തളരാതെ തന്നെ കൂടെ ചേർത്ത് പിടിപ്പിടിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ സഭയിലുള്ളത് എനിക്കറിയാം. അങ്ങനെയൊക്കെ പറയട്ടെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരത്തെ ഈ നാളുകളിൽ അധികം ജ്വലിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്തോത്രം അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ ദൗത്യം, അമ്മ കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി അമ്മ സ്തോത്രം നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ മാനിക്കുവാനിടയാകും. ആമേൻ. ഇവിടെ പറയുന്ന 1-2 പദങ്ങളുണ്ട്. ഒന്ന്, എഫെസ്യ ലേഖനത്തിൽ പറയുന്നതാ പൂർണ്ണ വിനയത്തോടെ എന്ത് ചെയ്യണം, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. എഫെസ്യ ലേഖനം നാം ഇപ്പോൾ വായിച്ചത് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും. സ്തോത്രം. അവിടെ 3 കാര്യം എഴുതിയിട്ടുണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ അത് വിശദീകരിക്കാതെ പറഞ്ഞു വിടാം. ഒന്ന്, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും. സൗമ്യത നമുക്കറിയാം, കർത്താവ് നമ്മെ കാണിച്ചെന്ന്. കർത്താവ് നമ്മുടെ മുമ്പിൽ മാതൃകയായി നമുക്ക് കാണിച്ചു. സദൃശവാക്യം 16:19 വായിക്കുന്നത്, ഗർവികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത്. സ്തോത്രം. താഴ്മയ്ക്ക് പ്രതിഫലമുണ്ട്. സദൃശവാക്യം 29 വായിക്കുന്നു, ആമേൻ, വിനയമുള്ളവന് മാനം ലഭിക്കും. ആമേൻ. അടുത്തത് ദീർഘക്ഷമയോടെ നടക്കുക എന്നൊരു പദപ്രയോഗം അടുത്തത് ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപം ആക്കിയ, നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങളും ദീർഘക്ഷമയോടെ ആയിരിക്കണമെന്ന്. ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും ക്ഷമിക്കണമെന്നുള്ളതാ. സ്തോത്രം. ആമേൻ. ഇങ്ങനെ മത്തായിയുടെ സുവിശേഷം 18:35 വായിക്കുന്നു, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ നിങ്ങളോടും എന്ത് ചെയ്യും. അതിനുശേഷം കർത്താവ് ഒരു ഉപമ പറഞ്ഞതൊക്കെ നമുക്കറിയാം. 10,000 താലന്ത് കടം പറ്റിയ ഒരുവനോട് രാജാവ് ക്ഷമിക്കുകയാണ്. എന്നാൽ ആ വ്യക്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സ്തോത്രം കേവലം 100 വെള്ളിക്കാശ് കടം പറ്റിയ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് ദൈവവചനത്തിൽ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അതായത് ആമേൻ, ഒരു 10,000 താലന്ത് കടം പറ്റിയ വ്യക്തിയോട് ക്ഷമിക്കുവാൻ രാജാവ് തയ്യാറായപ്പോൾ ആമേൻ, മറ്റവൻ വെറും 100 താലന്ത് പോലും ക്ഷമിച്ചു കൊടുക്കുവാൻ മനസ്സില്ലാത്തവന്. ഒന്ന് ചിന്തിച്ച ഈ കർത്താവ് ഈ ആത്മീക ചിന്ത കൊണ്ട് വെക്കുന്ന എന്നാണെന്നറിയാമോ? സ്തോത്ര കൊടും പാപികളായിരുന്ന ആമേൻ, സ്തോത്ര പാപത്തിൽ അകപ്പെട്ടു പോയ, അതിക്രമത്താൽ സ്തോത്രം മരിച്ചവരായിരുന്ന നമ്മെ യേശുവിൻ്റെ രക്തം ചേർന്ന് വീണ്ടെടുത്തെങ്കിൽ, പാപം അറിയാത്തവനെ പാപം ആക്കിയെങ്കിൽ കർത്താവ് പറയുക സ്തോത്രം അവൻ കൂട്ടുകാരൻ അതിൻ്റെ എത്രയോ ചെറിയ ഒരു തെറ്റ് ചെയ്താലും അവനെ കൂട്ടിച്ചേർത്ത് നിർത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ സ്തോത്രം ഒന്ന് ഓർത്തുകൊള്ളുക. സ്തോത്രം. ദൈവം അങ്ങനെയുള്ളവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് പിന്നീട് പ്രയാസകരമായ ഒരു കാര്യമാണ്. സ്തോത്രം. ഇതല്ലേ അതിൻ്റെ ആത്മീക അർത്ഥം? ഒന്ന് ചിന്തിക്കണം. 3, ഞാൻ ആ ഭാഗം ഒന്ന് വിടുകയാണ്, സമയം മുന്നോട്ട് പോയത് കൊണ്ട്. അതുകൊണ്ട് സ്തോത്രം നമ്മുടെ നടപ്പ് ദൈവേഷ്ടത്തിനനുസരിച്ചായിരിക്കട്ടെ, ദൈവഹിതപ്രകാരമായിരിക്കട്ടെ. ദൈവം സ്തോത്രം നമ്മെ നടത്തുന്ന രീതിയിൽ നടത്തുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. 2, നിറയണം. എന്തുകൊണ്ട് നിറയണം? കർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം. സ്തോത്രം. നിറയണം. ജ്ഞാനത്തിലും വിവേകത്തിലും നിറയണം. ആമേൻ. ഇത് നൽകുവാൻ നമുക്കറിയാം ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആമേൻ. ഇത് ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ല, ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവല്ല. സ്തോത്രം. അങ്ങനെ അറിവ് ലഭിച്ചിട്ടുള്ള അനേകരുണ്ട്. ബൈബിൾ വായിക്കുന്നവർ അനേകർ പുറത്തുണ്ട്. സ്തോത്രം. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവരുണ്ട്. ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ, പിശാചിന് പോലും ദൈവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. പിശാചിന് പോലും ദൈവവചനത്തിലെ വാക്യങ്ങൾ അറിയാം. ബൈബിൾ അറിയുന്നത് കൊണ്ട് കാര്യമില്ല, എനിക്ക് ദൈവത്തെ അറിയാമെന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. അവിടുത്തെ പരിജ്ഞാനത്തിൽ സ്തോത്രം നാം നിറഞ്ഞു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒന്നും കൂടെ വ്യക്തമാക്കി. അതാണ് കൊരിന്ത്യ ലേഖനം 11:30 നാം വായിക്കുന്നത്, ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും
ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായവനിൽ ഇരിക്കുന്നതാണ് സ്തോത്രം കർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയുക എന്ന് പറഞ്ഞാൽ. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവേശുവിൽ വസിക്കുക, അവനിൽ നിന്നുള്ള വെളിപ്പാട്. ഇന്നലെ രാത്രി നാം കേട്ടതുപോലെ അവനിൽ നിന്നുള്ള വെളിപ്പാട് പ്രാപിക്കുകയാ. സ്തോത്രം. ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ ആ വെളിപ്പാടിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ നാം പ്രാപിക്കുകയാ. സ്തോത്രം. ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് നൽകുന്ന വെളിപ്പാട് പ്രാപിച്ചെടുക്കുക എന്നുള്ളതാ. സ്തോത്രം. ആമേൻ. ഈ സ്തോത്രം ദൈവാത്മാവിൻ്റെ നിറവ് ഒന്നും കൂടെ ഞാൻ വ്യക്തമാക്കാം. ഈ നിറവ് എന്ന് പറയുന്നത് ഒരു പൂർത്തീകരണത്തെ കാണിക്കുന്നത്. സ്തോത്രം. അതിനകത്തേക്ക് വേറൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ഈ പരിജ്ഞാനത്തിൻ്റെ നിറവിനകത്ത് മറ്റൊന്നും കയറി വരികയില്ല. ഒന്നും കൂടെ വ്യക്തമാക്കിയ യാതൊരു ജഡത്തിൻ്റെ പ്രവർത്തികളോ സ്തോത്രം ഈ നിറവിലേക്ക് കയറി വരത്തില്ല. നിറവ് അത് പൂർണ്ണമായിരിക്കും. അങ്ങനെയെങ്കിൽ സ്തോത്രം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമ്പൂർണ്ണമായി ഏൽപ്പിച്ച് കൊടുക്കുന്ന ഓരോ വ്യക്തികളെയും സ്വർഗത്തിലെ ദൈവം ശക്തമായി എടുത്ത് ഉപയോഗിക്കുവാനിടയാകും. സ്തോത്രം. നമുക്കതിന് വ്യക്തമായ ഒരു ഉദാഹരണമുണ്ട്. ശിമിയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ശിമിയോൻ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അത് 25-ാമത്തെ വാക്യം. ഈ ശിമിയോൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അകമേ നിറവ് പ്രാപിച്ചവൻ്റെ നടപ്പ് ആത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കും. ഒന്നും കൂടെ വ്യക്തമാക്കാം. അകമേ നിറവ് പ്രാപിച്ചവൻ്റെ നടപ്പ് സ്തോത്രം ദൈവഹിതപ്രകാരമായിരിക്കും. അതിന് വ്യക്തമായ ഉദാഹരണമാണ് സ്തോത്രം ശിമിയോൻ എന്ന് പറയുന്നത്. ശിമിയോൻ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേല് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് അവന് ലഭിച്ചു. ആത്മനിയോഗത്തിൽ അവൻ ദൈവാലയത്തിലേക്ക് ചെന്നു. സ്തോത്രം. ആത്മനിയോഗത്താൽ അവൻ വാഗ്ദത്തം പ്രാപിച്ചു. നീ മരിക്കാൻ മുൻപേ സ്തോത്രം. ആ വാക്യം ഒന്നെടുത്ത് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. യെരുശലേമിൽ ശിമിയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിനാൽ നിറയപ്പെട്ടവൻ സഞ്ചരിക്കുന്നത് ആത്മാവിന്റെ നിയോഗത്തിലാണ്. ആമേൻ. സ്തോത്രം. ഒന്നും കൂടെ വ്യക്തമാക്കുക. ഈ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് കേവലം അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല. ആമേൻ. ദൈവാത്മാവിന്റെ നിയോഗത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ സ്തോത്രം. നമ്മുടെ പ്രവർത്തികളിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലോ ഈ ആത്മാവിന്റെ നിയോഗം ഉണ്ടായിരിക്കട്ടെ. ആത്മാവിന്റെ നിയോഗമുള്ളവൻ വാഗ്ദത്ത നിവർത്തീകരണം പ്രാപിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സ്തോത്രം. അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയട്ടെ. പ്രിയ ദൈവത്തിന്റെ പൈതല് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, നീ ആത്മാവിന്റെ നിയോഗത്തിലാണോ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്? നിന്നെ നയിക്കുന്ന പാത വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്കുള്ള പാതയോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ ഒരു നിറവ് ഇന്ന് പകൽക്കാലം നമുക്കും ആവശ്യമാണ്. സ്തോത്രം. അങ്ങനെയുള്ളവർ വ്യക്തമാക്കാം. പ്രതികൂലങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും സ്തോത്രം ആദ്യം മുട്ടുമടക്കുന്നത് ദൈവസന്നിധിയിലായിരിക്കും. ആമേ. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി കർത്താവിനോട് ആമേ ചോദിച്ച് അവിടുത്തെ നിയോഗപ്രകാരമായിരിക്കും ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ആമേൻ. അടുത്ത ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്തത് വളരുക എന്നുള്ളതാണ്. വളരുക. കൊലോസി ലേഖനത്തിൽ നാം വായിച്ചത് സ്തോത്രം വളരുക എന്ന പദപ്രയോഗമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഫലം കായ്ച്ച് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എന്ത് ചെയ്യണം? വളരണം. ഇപ്പം ഈ വളരുക എന്ന് പറയുന്നത് മാത്രമല്ല, ഫലം കായ്ക്കണം. സ്തോത്രം. ഈ നടക്കുന്നവൻ, നിറയുന്നവൻ, ഫലം കായ്ക്കുന്നവൻ. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ, നിങ്ങൾ ഈ സർവ്വലോകത്തിലും, നിങ്ങളുടെ ഇടയിൽ മാത്രമല്ല സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കും. സ്തോത്രം. വൃക്ഷത്തെ കൊണ്ട് വൃക്ഷത്തെ നോക്കിയാൽ വൃക്ഷത്തെ കൊണ്ട് അതിൻ്റെ ഫലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്തോത്രം. ഫലം കൊണ്ട് അതിൻ്റെ വൃക്ഷത്തെ നമ്മൾ തിരിച്ചറിയുന്നു. ഫലം കായ്ക്കാത്ത വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എന്ത് വിധിച്ചിട്ടുണ്ട്? ഒരു കോടാലി വെച്ചിട്ടുണ്ട്. സ്തോത്രം. എങ്ങനെ ഫലം കായ്ക്കണമെന്ന് ഇവിടെ പറയുക? സൽപ്രവർത്തികളിൽ എന്ത് ചെയ്യണം? ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലർക്ക് വളർച്ചയുണ്ട്, വളർച്ച കൃത്യമായിട്ടുണ്ട്.
പക്ഷെ ഫലമില്ലെന്നുള്ളതാണ് പ്രശ്നം. സ്തോത്രം. ഇവിടെ വചനം വ്യക്തമായിട്ട് പറഞ്ഞ ഫലം കായ്ച്ച് എന്ത് ചെയ്യണം? വളരണം, ഫലം കായ്ക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ത് ചെയ്തോണം. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ചിലരൊക്കെ ഇരുന്ന് ഉറങ്ങുകയെന്ന് തോന്നുന്നു. എൻ്റെ ഭാഷ വല്ല വിടുതലിൻ്റെയൊക്കെ ഇത് പറയണ്ടേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, കർത്താവ് ഇന്ന് വന്നാൽ അങ്ങോട്ട് എടുക്കപ്പെടണം. ഇവിടെ കിടന്ന് ഇവിടെ കുറേ സ്വരൂപിക്കാൻ വേണ്ടിയിട്ടല്ല കർത്താവ് നമ്മെ വിളിച്ചേക്കുന്നത്. സ്തോത്രം, ആത്മാർത്ഥമായിട്ട് വിളിച്ച് പറയാം. ഇതൊക്കെ പോകുമെന്ന്, ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടതാ. സ്തോത്രം. ഒരുപാട് ഒത്തിരി സ്വരൂപിച്ച് വെച്ചവരൊന്നും അനുഭവിക്കാൻ കഴിയാതെ പോകുന്നതൊക്കെ കണ്ടതാ. ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ വന്ന് പ്രാർത്ഥനയ്ക്ക് പറയുന്നതാ. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, സ്തോത്രം, ഈ ലോകത്തെ കുറെ സ്വരൂപിച്ച് കൂട്ടുന്നതിലൊന്നും വല്ല കാര്യം. എന്റെ കർത്താവിനെ കൂടുതൽ അറിഞ്ഞിട്ട് സ്തോത്രം അവൻ അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതാ കാര്യം. സ്തോത്രം. എന്ന പകൽക്കാലോ എന്നെ കർത്താവ് ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുമ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവജനത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളതാ കർത്താവ് എന്നെ നിയോഗിച്ചിരിക്കുന്ന പ്രഥമ ദൗത്യമെന്ന് സ്തോത്രം വിളിച്ചു പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പറയട്ടെ, കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളും ആമേൻ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാകണം. ആമേൻ. നമ്മളൊക്കെ ഇരട്ട പൗരത്വം നേടിയവരാ. ആമേൻ. സ്തോത്രം. ഇവിടെയും കൊണ്ട് സ്വർഗത്തിലും ഒരു പൗരത്വം. പക്ഷെ നമ്മൾ പിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആമേൻ. ഒരു സ്ഥാനത്തിന് വേണ്ടി. എന്തൊരു മത്സരം അല്ലേ? എന്നോർത്ത് നോക്കി. നമുക്കറിയാമല്ലോ രാഷ്ട്രീയം, സഭയ്ക്കകത്തെ രാഷ്ട്രീയം, ഇതൊക്കെ നമുക്കറിയാവുന്നവരാ. സ്തോത്രം. ഒരു ചെറിയ സ്ഥാനത്തിന് വേണ്ടി എന്തൊരു പിടുത്തവാ. സ്തോത്രം. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഭയങ്കര പിടുത്തവാ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ തീരും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കഴിഞ്ഞ നാളുകളിലൊക്കെ എത്രയോ പിടുത്തം പിടിച്ചതാ. അതൊക്കെ ഇന്ന് ഓർക്കാൻ പോലും ഇല്ലല്ലോ. ഓർക്കാൻ പലപ്പോഴും നമുക്ക് ഇഷ്ടവും ഇല്ലല്ലോ. പുതിയ കാര്യങ്ങളിലേക്ക് കയറി വന്നില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർക്കുക, എന്നത്തെ എന്നും എന്നേക്കും നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ. സ്തോത്രം. അത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന മഹത്തായ വാഗ്ദത്തം മാത്രമാണ്. സ്തോത്രം. അതെല്ലാം കഴിഞ്ഞു പോയി. ഈ പിടുത്തവും ബഹളവും വഴുക്കും മടിയും എല്ലാം കഴിയും. സ്തോത്രം. എന്നാൽ കഴിയാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ അരുമനാഥന്റെ വരവാ. സ്തോത്രം. ആ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ ഇന്ന് പകൽക്കാലം താണിയുള്ള ദൈവമക്കൾ ഒരു അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എന്നിട്ട് പറഞ്ഞാട്ടെ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത് ആമേൻ, സ്തോത്രം ചെയ്യണം. എൻ്റെ അവസാനത്തെ ഭാഗത്ത് ഇങ്ങനെ വായിക്കും, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. സ്തോത്രം. ഈ സ്തോത്രം ചെയ്യുന്നത് ദൈവേഷ്ടമാണ്. എല്ലാറ്റിനും അതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. നന്ദിയുള്ളവർക്കേ സ്തോത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ. അവൻ ഇരുട്ടിൽ നിന്ന് വിടുവിച്ചു എന്ന് ഉറപ്പുള്ളവരാ അറിയാതെ അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യോ. അന്ധകാരത്തെ കിടന്നു എന്ന് ഉറപ്പുള്ളവരാ അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യോ. ഇപ്പോൾ ആയിരിക്കുന്ന മഹനീയ സ്ഥാനത്തെ കുറിച്ച് അറിവുള്ളവരാ ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്തോത്രം. ആമേൻ. അങ്ങനെയെങ്കിൽ സ്തോത്രം കുറയരുത്. ഈ ലോകത്തിൽ എന്തെങ്കിലും നേടിയതിനെ കുറിച്ചല്ല നാം സ്തോത്രം ചെയ്യേണ്ടത്. അവിടുന്ന് നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തെ കുറിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ, ഇന്ന് ഞങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്ന ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ ആ പുത്രത്വത്തിന്റെ അവകാശം ഞങ്ങൾക്ക് നൽകിയതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാ. കൃപാസനത്തോട് അടുത്ത് വരുവാൻ യോഗ്യരാക്കി തീർത്തതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ആ വചനഭാഗം ഞാൻ ഒന്നും കൂടെ ആഴമായി പറയുക. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ കീഴ്പ്പെടുത്തി വെച്ചിരുന്നെടുത്തെന്ന് ഇനി നിന്നെ മുന്നോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധിച്ചു വെച്ചെടുത്ത് നിന്ന് ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയതോർത്ത് അവൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തെ ഓർത്ത്, ആ പുത്രത്വത്തിന്റെ അവകാശത്തെ ഓർത്ത്, ക്രിസ്തുയേശുവിനോട് കൂടെ കൂട്ടവകാശിയാക്കി തീർത്തോർത്ത് താങ്ക് യു ജീസസ്, വി ഗിവ് യു ഗ്ലോറി. ഹല്ലേലൂയ. നമ്മെ വിളിച്ച വിളിയ സ്വർഗീയ വിളിയ, ആ വിളിച്ചവന്റെ മഹാത്മ്യത്തെ ഓർക്കുമ്പോ എത്ര സ്തോത്രം ചെയ്താൽ മതിയാകും. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, സമർപ്പിക്കാം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞങ്ങളുടെ നടപ്പ്, സ്തോത്രം, ഞങ്ങളുടെ നിറവ്, ഞങ്ങളുടെ വളർച്ച, ഞങ്ങൾ ബലപ്പെടേണ്ടത് സ്തോത്രം പൂർണ്ണശക്തിയോടെ ബലപ്പെടുവാൻ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ
ആമേൻ ആമേൻ. സ്തോത്രം. തുടർന്ന് നമ്മൾ തിരുമേശയിലേക്ക് പ്രവേശിക്കുന്നു. തിരുമേശയിൽ നിന്ന് പങ്കെടുക്കുന്ന ഭാഗവാക്കളാകുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ ദാസന്മാരും കൂടെ മുമ്പോട്ട് ആമേൻ സ്തോത്രം നേതൃത്വം നൽകുന്ന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസന്മാർ മുമ്പോട്ട് കടന്നു വരും. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ ക്രൂശിനെ ഒന്ന് ധ്യാനിക്കാം. നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ച